ഹലോ ഹായ് നമസ്കാരം. നിങ്ങളിൽ പല ആളുകളും ഇൻസ്റ്റാഗ്രാമിലൂടെ എന്നോടും ശ്രുതിയോടും അതുപോലെ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഉത്തരം തരാൻ പറ്റില്ല. കാരണം അതിനൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ് മറുപടി പറയേണ്ടത്. നിങ്ങളിൽ പലരും ചോദിച്ചിട്ടുള്ള അറിയാൻ ആഗ്രഹിച്ചിട്ടുള്ള പല കാര്യങ്ങൾക്കും സൈക്കോളജിസ്റ്റുകൾ മറുപടി പറയുന്നു. ഞങ്ങൾ ചോദിച്ചതും അവർ പറഞ്ഞതൊക്കെ നിങ്ങളെ കേൾപ്പിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുത്തണം. ഒന്ന്, ഞങ്ങൾ അവരോട് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് അവർ മറുപടി തരുമ്പോൾ എല്ലാവർക്കും അതങ്ങനെ ആവണമെന്നില്ല. ഈ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, സിറ്റുവേഷൻസ്, പാറ്റേൺ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വ്യക്തികൾക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. സോ ഇതിൽ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊരു ബേസിക് ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. പക്ഷേ തീർച്ചയായും നിങ്ങളുടെ ഉള്ളിലുള്ള ചോദ്യങ്ങൾക്ക് ഒരു ട്രെയിൻഡ് പ്രൊഫഷണലിന്, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ട്രെയിൻഡ് പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് എടുക്കുക. ഫിസിക്കൽ ഹെൽത്തിന് നമ്മൾ ഭയങ്കര പ്രാധാന്യമൊക്കെ കൊടുക്കും, പക്ഷേ മെൻ്റൽ ഹെൽത്തിന് ആ ഒരു പ്രാധാന്യം കൊടുക്കാറില്ല. തീർച്ചയായും ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. മറ്റൊന്ന്, മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും പരസ്പരം കൂടിപ്പിണഞ്ഞ് നടക്കുന്ന കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒന്നിനുണ്ടാവുന്ന അസ്വസ്ഥത മറ്റൊന്നിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാണെങ്കിലും നമുക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നു, ഒന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണമെന്ന് തോന്നുമ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യുക. പക്ഷേ പല ആളുകളും ഏറ്റവും കൂടുതൽ ആ കാര്യത്തിൽ കൺഫ്യൂഷൻ ആവുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ചിലവ് ആലോചിച്ചിട്ടാണ്. ഇപ്പോൾ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മയ്ക്ക് ചെറിയൊരു നെഞ്ചുവേദന വന്നു. അവൻ അത്രയും കാലം കഷ്ടപ്പെട്ട് സേവ് ചെയ്തുണ്ടാക്കിയ പണം മുഴുവൻ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. ഹാർട്ടിനൊരു സർജറി ആവശ്യം വന്നു. അതുപോലെ നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്ന ഒരു ഫാമിലിയിൽ ഒരു മുതിർന്ന ആൾ മരണപ്പെട്ടു. ആ കുടുംബം ഭയങ്കര ബുദ്ധിമുട്ടിലായിപ്പോയി. കാരണം ആ മരിച്ച ആളാണ് ആ കുടുംബത്തിലേക്ക് വരുമാനം കൊണ്ടുവന്നിരുന്നത്. ഈ രണ്ട് സിറ്റുവേഷൻസ് നോക്കിയേ, ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനുള്ള ബേസിക് പരിഹാരം എന്ന് പറയുന്നത് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതും നല്ലൊരു ടേം ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയാൽ 60-70 ലക്ഷം രൂപയൊക്കെ ബില്ല് വരുന്ന കേസസ് വരെയുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ല കവറേജ് കിട്ടുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് തന്നെ നമ്മൾ എടുത്തു വെക്കണം. ആൻഡ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ചെറിയ തുകയ്ക്ക്, എന്ന് വെച്ചാൽ ഒരു 400-500 രൂപയ്ക്കൊക്കെ 2 കോടി രൂപ വരെയുടെയൊക്കെ കവറേജ് കിട്ടുന്ന ലൈഫ് ഇൻഷുറൻസുകളുടെ ഒരു സിംപ്ലസ്റ്റ് ഫോമാണ്. അപ്പോൾ ആൾ മരണപ്പെടുകയാണെങ്കിൽ വലിയൊരു തുകയുടെ പരിരക്ഷ കിട്ടുന്നതാണ്. അപ്പോൾ അത് രണ്ടും നിങ്ങളൊന്ന് കമ്പയർ ചെയ്തിട്ട് എടുക്കുക. ഈ പറഞ്ഞ രണ്ടും, ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും ഒരു മനുഷ്യന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ടും എടുക്കുക. ഇത് രണ്ടും കമ്പയർ ചെയ്ത് ഹെൽത്ത് ഇൻഷുറൻസിന് 25% വരെയും ടേം ഇൻഷുറൻസിന് 15% വരെയും ഡിസ്കൗണ്ടോടുകൂടി ഇഷ്ടമുള്ള കമ്പനിയുടെ എടുക്കാൻ പറ്റിയ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തും കൊടുക്കുന്നുണ്ട്. രണ്ടിൻ്റെയും പ്രീമിയം 400-500 രൂപ മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഹെൽത്ത് ഇൻഷുറൻസ് 1 കോടി രൂപ വരെ കവറേജ് ഉള്ളത് എടുക്കാം. വേണമെങ്കിൽ അൺലിമിറ്റഡ് കവറേജ് ഉള്ള പ്ലാനുകളും എടുക്കാം. ടേം ഇൻഷുറൻസിൽ നിങ്ങളുടെ വരുമാനമൊക്കെ അനുസരിച്ച് കൂടുതൽ കവറേജ് ഉള്ള പ്ലാനുകളൊക്കെ എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് പോകാതിരിക്കാൻ ഹെൽത്ത് ഇൻഷുറൻസും, നമ്മളില്ലാതായാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാതെ നമ്മുടെ കുടുംബം മുന്നോട്ട് പോകാൻ ബേസിക് ആയിട്ട് ഒരു ടേം ഇൻഷുറൻസ് പ്ലാനും അത്യാവശ്യമാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്നതായിട്ടുള്ള ആ ലിങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യോജിക്കുന്ന പ്ലാൻ എടുത്തു വെക്കാം. ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. നമ്മളൊരു റിലേഷൻഷിപ്പ് പരിഗണിക്കുമ്പോൾ അതിലുള്ള സ്ത്രീയും പുരുഷനും അവരുടെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് ആക്ച്വലി അത് ഡിഫറെൻ്റ് ആയിരിക്കുമോ? ഇനി അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ചൈൽഡ്ഹുഡിന് നമ്മുടെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസിൽ എന്തുമാത്രം കോൺട്രിബ്യൂഷൻ ഉണ്ട്? ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എന്നുള്ളത് അത് ഓരോ വ്യക്തിയിലും ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെന്നുണ്ടെങ്കിലും അവിടെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഡെവലപ്പായി വരുന്നത് പാസ്റ്റിൽ നിന്നാണ്, ചൈൽഡ്ഹുഡിൽ നിന്നാണ് ബേസിക്കലി ഈ പറഞ്ഞ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഡെവലപ്പായി വരുന്നതൊക്കെ. 2 ടൈപ്പ് ഓഫ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ആണുള്ളത്. ഒന്ന് അവോയ്ഡൻറ്റും ഒന്ന് ആൻഷ്യസും. ഈ 2 അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസും തെറ്റായിട്ടുള്ള കാര്യമല്ല. രണ്ടും ഓരോരുത്തരുടെയും കോപ്പിംഗ് മെക്കാനിസം ആണിത്. ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അവർ രണ്ടുപേരും, ഈ 2 അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള 2 ആൾക്കാരും കോപ്പി ചെയ്യാനുള്ള ഡിഫറൻസ് മാത്രമാണത്. മെയിൽസ് ഫീമെയിൽസ് എന്നുള്ള ആ രീതിയിലേക്ക് ആവില്ല അധികം. പക്ഷേ യൂഷ്വലി അവോയ്ഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അധികവും മെയിൽസിലാണ് കണ്ടിട്ടുള്ളത്. എന്ന് വെച്ച് എല്ലാ മെയിൽസും അവോയ്ഡൻസ് ആണെന്നുള്ളതല്ല. എല്ലാ ഫീമെയിൽസും ഈ പറഞ്ഞ ആൻഷ്യസ് അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാരെന്നുള്ളതല്ല. നമ്മൾ റിലേഷൻഷിപ്പിൽ ഈ പറഞ്ഞ പാറ്റേൺസ് ഡിഫർ ചെയ്യാനും ചാൻസ് ഉണ്ട്. ഒരാൾ തന്നെ ഈ പറഞ്ഞ രണ്ടും ചിലപ്പോൾ കാണിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഡിപ്പെൻഡ് ചെയ്യും. അത് ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണർക്ക് അനുസരിച്ചും ഡിപ്പെൻഡ് ചെയ്യും, നമ്മളുടെ അപ്പത്തെ കറൻറ്റ് സിറ്റുവേഷൻ അനുസരിച്ചൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഇതിനനുസരിച്ചൊക്കെ മാറാൻ ചാൻസ് ഉണ്ടെങ്കിലും എപ്പോഴും ഒരാൾക്ക് പ്രീഡോമിനൻ്റ് ആയിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിനെ ഉണ്ടാവുള്ളൂ. അറ്റാച്ച്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 2 കെയർ ഗീവേഴ്സാണ് ഉണ്ടാവുക. ഒരു പ്രൈമറി കെയർ ഗീവർ ഉണ്ടാവാം, ഒരു സെക്കൻഡറി കെയർ ഗീവർ ഉണ്ടാവാം. യൂഷ്വലി പ്രൈമറി എന്നുള്ള സ്ഥാനത്ത് അമ്മയും സെക്കൻഡറി എന്നുള്ള സ്ഥാനത്ത് അച്ഛനുമാണ്.
യൂഷ്വലി ഇറ്റ് വേരീസ്. അവരുടെ അവൈലബിലിറ്റിയും മേ ബി അവരുടെ പ്രസൻസും ഇത് വേരി ചെയ്യാം. ആരുടെ കയ്യിൽ നിന്നാണോ ഇവർക്ക്, അല്ലെങ്കിൽ ആരാണോ ഇവരുടെ ഈ ഒരു കെയർ ഗീവേഴ്സ് ആയിട്ടുള്ളത്, ഇവരുടെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് ഇവരുടെ അറ്റാച്ച്മെൻറ്റ് ഫോമിങ്ങിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. നമ്മൾ നമ്മുടെ അച്ഛനോടുള്ള പോലെ ആയിരിക്കില്ല നമ്മൾ നമ്മുടെ അമ്മയോട്. മേ ബി അമ്മയോട് കാണിക്കുന്ന അറ്റാച്ച്മെൻ്റ് ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ നമ്മുടെ ചേട്ടനോടോ ചേച്ചിയോടോ കാണിക്കുന്നുണ്ടാവുക. ഇതേ ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ നമ്മുടെ പാർട്ട്ണറിനോട്. മേ ബി ഇവിടെ നിന്നൊന്നും കിട്ടാത്തത് പാർട്ട്ണർ എന്നുള്ള ആ വ്യക്തിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവാം, സീക്ക് ചെയ്യുന്നുണ്ടാവാം. സോ ആ സീക്കിങ് നമ്മളെവിടേക്കോ എന്തൊക്കെയോ നമുക്കവിടെ കിട്ടാണ്ട് പോയ കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യാണ് എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കാണ്ട് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആ ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ അപ്പുറത്ത് അവിടെ ഏതൊക്കെ രീതിയിലേക്ക് ബുദ്ധിമുട്ടാവാം എന്നുള്ളത് പലപ്പോഴും അവിടെ പാർട്ട്നേഴ്സ് തമ്മിൽ അത് മനസ്സിലാക്കാണ്ട് പോകാറുണ്ട്. ആൻഡ് ഇപ്പോൾ അഖില പറഞ്ഞ പോലെ വോയിഡ് ഫില്ലിംഗ് ആണ് അത് ബേസിക്കലി. വോയിഡ് പറഞ്ഞ ഒരു എംപ്റ്റി സ്പേസ് ആണ്. അപ്പോൾ ആ വോയിഡ് എപ്പോഴും വരുന്നത് ചൈൽഡ്ഹുഡിൽ നിന്നാവും. ഓക്കെ, എനിക്ക് എന്ത് കിട്ടിയില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ക്ലയൻറ്റിന് ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരു ഫാദർ ആണെന്നുണ്ടെങ്കിൽ, ഫീമെയിൽ ആയിട്ടുള്ള ഒരു ക്ലയൻറ്റ് ആണെന്നുണ്ടെങ്കിൽ, മോസ്റ്റ്ലി എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, മോസ്റ്റ്ലി റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ പാർട്ട്ണറിൽ നിന്ന് സീക്ക് ചെയ്യുന്നത് ചൈൽഡ്ഹുഡിൽ എന്ത് കിട്ടിയില്ല, അതായത് ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫാദറാണ് കിട്ടാതിരുന്നത്. അവിടെ ആ എക്സ്പെക്റ്റേഷൻ ഇപ്പുറത്ത് പാർട്ട്ണർ എടുത്ത് വയ്ക്കും. അപ്പോൾ ഇപ്പുറത്തെ പാർട്ട്ണർ എന്നുള്ളത് ഒരു ഫാദർ ഫിഗറിലേക്ക് നിൽക്കേണ്ട നീഡ് വരും. അവിടെ അഡൽട്ട് ടു അഡൽട്ട് റിലേഷൻഷിപ്പ് എന്നുള്ളതിന് പകരം ഒരു പാരൻറ്റ് ടു ചൈൽഡ് റിലേഷൻഷിപ്പ് എന്നുള്ളതിലേക്കാവും അധികം പോവുക, വിച്ച് മേ ബി ലൈക്ക് അൺഹെൽതി. ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാവുമ്പോൾ അൺഹെൽതി ആവും. റിലേഷൻഷിപ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വളരെയധികം ഉപയോഗിക്കാറുള്ള വാക്കാണ് പ്രിഫറൻസുകൾ എന്ന് പറയുന്നത്. പലതരത്തിലാണ് ആളുകൾക്ക് പ്രിഫറൻസസ് ഉണ്ടാവുക. ചിലർക്ക് ഇങ്ങനെ ആയാൽ കൊള്ളാം എന്നുള്ളതായിരിക്കും, ചിലർക്ക് എങ്ങനെയെങ്കിലും ആയാൽ മതി, അതായത് പ്രിഫറൻസേ ഇല്ലാത്ത ആളുകളുണ്ടാവും. ചിലർ വളരെ അഡമൻ്റ് ആയിരിക്കും, എനിക്ക് ഇന്ന കാര്യം ഇങ്ങനെ തന്നെ കിട്ടിയേ പറ്റൂ എന്നൊക്കെ. ആക്ച്വലി ഒരു റിലേഷൻഷിപ്പിൽ ഈ പ്രിഫറൻസുകൾ ഉണ്ടാവേണ്ടതിൻ്റെ ഒരു ആവശ്യകത, അതുപോലെ ഈ പ്രിഫറൻസേ ഇല്ല എന്നൊക്കെ പറയുന്ന ആളുകളില്ലേ, അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ബേസിക്കലി ഹ്യൂമൻ എന്നുള്ള രീതിയിലേക്ക് എല്ലാവർക്കും പ്രിഫറൻസസ് ഉണ്ടാവും, നോർമലാണ്. പ്രിഫറൻസസ് ഉണ്ടാവുന്നതിൽ തെറ്റില്ല. പക്ഷേ ആ പ്രിഫറൻസസ് എവിടുന്ന് വരുന്നു എന്നുള്ളതും കൂടിയാണ് നമുക്ക് നോക്കേണ്ടത്. എൻ്റെ ഈ പ്രിഫറൻസസിൽ ചിലപ്പോൾ നമ്മുടെ അപ്പുറത്തെ പാർട്ട്ണർ, എനിക്കിപ്പോൾ ഒരു സെറ്റ് ഓഫ് ലിസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ പ്രിഫറൻസസ് എന്നുള്ളത്. ഞാൻ സെലക്ട് ചെയ്യുന്ന പാർട്ട്ണർ ചിലപ്പോൾ എൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ ചിലപ്പോൾ അപ്പുറത്തെ പാർട്ട്ണർക്ക് പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ പറ്റാത്ത കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ എനിക്ക് കിട്ടാത്ത കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ അതിൽ മാത്രം സ്റ്റക്കായിട്ട് കിട്ടുന്ന കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുമ്പോൾ അവിടെ വീണ്ടും ഫ്രിക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് അപ്പുറത്തുള്ള പാർട്ട്ണർക്ക് പ്രിഫറൻസ് ഉണ്ടാവും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും പ്രിഫറൻസ് പോലെ അപ്പുറത്തുള്ള പാർട്ട്ണർക്കും പ്രിഫറൻസ് ഉണ്ടാവും. മിക്കവാറും ആ പ്രിഫറൻസ് ഡിഫറെൻ്റ് ആവും. കാരണം എല്ലാവർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള പ്രിഫറൻസസ് ആണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് എക്സ്പെക്ട് ചെയ്യുന്നതും അവിടുന്ന് ഇങ്ങോട്ട് തരുന്നതും ഒന്നാവും. ഞാനിവിടുന്ന് അങ്ങോട്ട് കൊടുക്കുന്നതും ഞാനിവിടുന്ന് എക്സ്പെക്ട് ചെയ്യുന്നതും ഡിഫറെൻ്റ് ആവും. അങ്ങനെ ഒരു ക്ലാഷ് വരുന്ന സമയത്ത് നമ്മൾ തെറപ്പിയിൽ ബേസിക്കലി ചെയ്യാറുള്ളതും ഇത് തന്നെയാണ്. ഈ പറഞ്ഞ പ്രിഫറൻസസ് അല്ലെങ്കിൽ ഇതൊക്കെ എവിടുന്നാണ് വരുന്നത് എന്നുള്ളത് നോക്കും. ആൻഡ് എത്രമാത്രം ഇവർ തമ്മിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ പാറ്റേൺ, ഇമോഷണലി ഇത് എത്രമാത്രം ഏത് രീതിയിലേക്ക് ഏത് ഇൻറ്റൻസിറ്റിയിലാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് വേർഡ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം യൂസ് ചെയ്യുന്ന വേർഡ്സ്, ഇമോഷണൽ ഇൻറ്റൻസിറ്റി ആൻഡ് സിറ്റുവേഷൻസ്, ഇതിൻ്റെയൊക്കെയും കൂടി ബേസിസിലും കൂടിയാണ് ഈ പറഞ്ഞ എന്തുകൊണ്ട് നമ്മുടെ നീഡ്സ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവ. പ്രിഫറൻസ് ഇല്ലെങ്കിലും പ്രശ്നമാണ്. മേ ബി ആ സിറ്റുവേഷനിൽ പ്രിഫറൻസ് ഭയങ്കരമായിട്ട് അതിലേക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്താലും പ്രശ്നമാണ്. പല സിറ്റുവേഷൻസിലും നമ്മൾ റിലേഷൻഷിപ്പ് കേസുകളിൽ നമ്മൾ കാണാറുണ്ട്. പല പ്രാവശ്യം മേ ബി ആ റിജക്ഷൻ വന്നിട്ടുള്ള സിറ്റുവേഷൻസ് ആവാം, അതല്ലെങ്കിൽ ഞാൻ വിചാരിച്ചത് എവിടേക്കോ കിട്ടാണ്ട് പോയിട്ടുള്ള സിറ്റുവേഷൻസിലാവാം. പിന്നെ ഒരു പോയിന്റ് എത്തുമ്പോൾ ആ വ്യക്തി എക്സോസ്റ്റഡ് ആവുകയും ആ എക്സോസ്റ്റഡ് ആയതിനു ശേഷം പിന്നെ ആ വ്യക്തി ഇനി എന്താണെങ്കിലും ഓക്കെ, അല്ലെങ്കിൽ ഇനി എങ്ങനെ വന്നാലും കുഴപ്പമില്ല, നിങ്ങൾ എങ്ങനെയാണോ പറയുന്നത് ആ രീതിയിലേക്ക് നമുക്ക് ചെയ്യാം. സോ ഈ രീതിയിലേക്ക് വരുമ്പോൾ അവിടെ ആ വ്യക്തി പറയുന്നത് എനിക്കൊരു പ്രിഫറൻസും ഇല്ല എന്നുള്ള രീതിയിലേക്കാണ്. ഇതും പ്രശ്നമാണ്. ഇവിടെ പ്രിഫറൻസ് എന്നുള്ളത് വരുമ്പോൾ നമ്മൾ യൂഷ്വലി രണ്ട് രീതിയിലേക്ക് നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുവരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പ്രൊവൈഡിങ് എന്നുള്ളതും, ഒന്ന് മേ ബി ഭയങ്കരമായിട്ട് ആ സിറ്റുവേഷൻസിൽ നമ്മുടെ ഡിസയേഴ്സ് എന്നുള്ളതും. സോ പ്രൊവൈഡിങ് എന്നുള്ളത് പറയുമ്പോൾ ആ പ്രൊവൈഡർ റോളിൽ മാത്രം നിൽക്കുന്ന ആളുകളുണ്ട്. അതായത് എനിക്ക് മേ ബി ആരെങ്കിലും ഒരു സാധനം എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നാൽ എനിക്കത് ഭയങ്കര ഒരു അൺഈസിനെസ് ഉണ്ടാക്കും. ലൈക്ക് റിസീവ് ചെയ്യാൻ. എക്സാക്ട്ലി. അവിടെ ഞാനിതിന് അവിടെ അർഹനാണോ എന്നുള്ള രീതിയിലേക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. സോ എനിക്ക് എത്രയും കൊടുക്കാം. എന്നോട് ഒരാൾ 10 രൂപ ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ 100 രൂപ കൊടുക്കും. എനിക്ക് അങ്ങനെയാണ് ശീലം. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട്. കടം വാങ്ങിയിട്ട് വരെ ഞാൻ ആ 100 രൂപ കൊടുക്കും. സോ
ആ രീതിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ആ വ്യക്തിക്ക് മേ ബി അറ്റ് ദി എൻഡ് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സിറ്റുവേഷൻസിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ആ വ്യക്തി ഓൾവേസ് ആ പ്രൊവൈഡർ റോളിൽ റിമെയിൻ ചെയ്യും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇവരെ ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടാം. യൂട്ടിലൈസ് ചെയ്യപ്പെടാം എന്ന് അറിഞ്ഞിട്ടും ഇവരിതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. കാരണം എനിക്ക് കൊടുക്കുക എന്നുള്ളതല്ലാണ്ട് എടുക്കുക എന്നുള്ളത് എന്നെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതിൻ്റെ ഒരു മെയിൻ റീസൺ ചിലപ്പോൾ ഈ പറഞ്ഞ ആൾക്ക് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. സോ കൊടുത്താലേ എനിക്ക് മേ ബി കിട്ടുള്ളൂ എന്നുള്ള രീതിയിലേക്ക് ആ വ്യക്തി എവിടേക്കോ ആ രീതിയിലേക്ക് സിറ്റുവേഷൻസിനെ പുള്ളി എന്ത് ചെയ്തിട്ടുണ്ടാവാം, ഓൾറെഡി പുള്ളിയുടെ മനസ്സിൽ ആ രീതിയിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. കൊടുക്കുക എന്നുള്ളതാണ് കിട്ടാനുള്ള എളുപ്പമാർഗം. അപ്പം ഞാൻ 100 എനിക്ക് ഇങ്ങോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡബിളിൻ്റെ ഡബിൾ ഞാൻ അങ്ങോട്ട് കൊടുത്താലേ എനിക്ക് ഇത്രയെങ്കിലും കിട്ടുള്ളൂ. അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ എപ്പോഴും അവരെടുക്കുന്ന ഒരു റോള് ഗിവർ റോളാവും, കൊടുക്കുക എന്നുള്ളതാവും. അപ്പോൾ അവർ എഫേർട്സ് ഇട്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, ആൻഡ് ആ എഫേർട്സ് ഇട്ടിട്ടിട്ട് ഡ്രെയിൻഡ് ആവും. ആൻഡ് ആ എഫേർട്സ് ഇടുക എന്ന് പറയുമ്പം അവരിടുന്ന എഫേർട്സ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള എഫേർട്സ് ആവും. ഒരു പെർട്ടിക്കുലർ ആൾക്ക് ആളുടെ ഒരു ലവ് ലാംഗ്വേജ് യൂഷ്വലി പുറത്തേക്ക് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ പാർട്ട്ണർക്ക് ഭയങ്കരമായിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ മേ ബി ലൈക്ക് ആളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതിലേക്കാവാം. അപ്പോൾ ബേസിക്കലി അയാൾ പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് സംതിങ് ദാറ്റ് ഐ വാണ്ട്, എനിക്ക് വേണ്ടത് എന്താണോ അതാണ് ഞാൻ കൊടുക്കുന്നുണ്ടാവുക. പക്ഷേ അപ്പുറത്തുള്ള ആളുടെ ലവ് ലാംഗ്വേജ് അതാവില്ല, അപ്പുറത്തുള്ള ആളിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും കൊടുത്തിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. ആ ലാംഗ്വേജിലുള്ള ഡിഫറൻസും കൂടിയാണത്. ആൻഡ് ഗിവർ എന്നുള്ള ഒരാൾ, ആ ഒരു ഗിവർ എന്നുള്ള റോളിൽ നിൽക്കുന്ന ഒരാൾ, റിലേഷൻഷിപ്പിൽ ഗിവർ എന്നുള്ള റോളിൽ നിൽക്കുന്ന ഒരാൾക്ക് മോസ്റ്റ് പ്രോബബ്ലി ചൈൽഡ്ഹുഡ് തൊട്ടേ കിട്ടി ശീലം ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ മോസ്റ്റ് പ്രോബബ്ലി ദേ മൈറ്റ് നോട്ട് ബി ഏബിൾ ടു റിസീവ് ഓൾസോ. നല്ലൊരു കമൻറ്റ് ആവാം, ഒരു അപ്രിസിയേഷൻ ആവാം. ആ അപ്രിസിയേഷൻ കിട്ടുമ്പോൾ ഡു ഐ റിയലി ഡിസേർവ് ദിസ്, ഇത് എന്നെ എന്താ പറയുക പൊക്കി പറയാൻ പറയുന്നതാണോ, അതോ ലൈക്ക് എന്താ പറയുക എന്നോട് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പറയുന്നതാണോ, അല്ലെങ്കിൽ എന്നെ കളിയാക്കി പറയുന്നതാണോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് വരാം. കാരണം അങ്ങനെ ഒരു സാധനം ബ്രെയിനിന് ഫെമിലിയർ അല്ല. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ തിരിച്ചങ്ങോട്ട് നല്ലോണം കൊടുക്കും ചെയ്യും. അതായത് അപ്പുറത്തുള്ള ആളെ അപ്പുറത്തൊരു മൈന്യൂട്ടായിട്ടുള്ളൊരു എഫേർട്ട് അവിടെ ഇങ്ങോട്ട് കിട്ടുമ്പോൾ അത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇങ്ങോട്ട് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാറുണ്ട്. വളരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പുകളിലുള്ള ചില ആളുകൾ പിന്നീട് പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് എവിടെയോ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യാൻ തുടങ്ങി, ഞാൻ ഒറ്റയ്ക്കാകുന്നത് പോലെ. അത് ആക്ച്വലി എല്ലാ റിലേഷൻഷിപ്പുകളിലും അങ്ങനെയാണോ? ഒരു സമയം കഴിയുമ്പോൾ നമുക്കങ്ങനെ ഫീൽ ചെയ്യും, അത് നോർമലാണ് എന്നാണോ? അതോ അങ്ങനെ ഒരു ലോൺലിനെസ് നമുക്ക് അത് ഫീൽ ചെയ്ത് തുടങ്ങുമ്പോൾ ഇതിനെന്തെങ്കിലും ഒരു ഫസ്റ്റ് എയ്ഡ് ഉണ്ടോ? നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ? ലോൺലിനെസ് എന്നുള്ള ഒരു വേർഡ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചിലപ്പോൾ നമുക്ക് ഇന്ന് രാത്രി ഇപ്പോൾ എൻ്റെ വീട്ടിൽ ആരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്, അവിടെ ചിലപ്പോൾ എനിക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാം. അതിൻ്റെ ഇൻറ്റൻസിറ്റി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ക്ലിനിക്കൽ ഡിപ്രഷനിലും ഈ പറഞ്ഞ ഒരു ലോൺലിനെസ് ഉണ്ടാവാം. അതിൻ്റെ ഇൻറ്റൻസിറ്റി ഡിഫറെൻ്റ് ആണ്. ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ടാവും, എൻ്റെ വർക്കിൽ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ടാവും. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്കവിടെ ഈ പറഞ്ഞ ലോൺലിനെസ് ഫീൽ ചെയ്യാനുള്ള ചാൻസും ഉണ്ടാവും. അതിൻ്റെ ഇൻറ്റൻസിറ്റി ഡിഫറെൻറ്റാണ്. അതിൻ്റെ ബേസിസിലും കൂടെ നമ്മൾ ഈ ക്ലിനിക്കൽ ഡിപ്രഷൻ എന്നുള്ള എനിക്ക് ഡയഗ്നോസിസ് പോകണോ വേണ്ടെന്നൊക്കെ നോക്കുന്നത്. അതിൻ്റെ കൂടെ വേറെയും സിംറ്റംസ് ഉണ്ട്, ക്രൈറ്റീരിയ നോക്കിയിട്ടാണ് ചെയ്യുക. ലോൺലിനെസ് എന്നുള്ളത് ഉണ്ടാവാൻ പാടില്ലാത്തൊരു കാര്യമില്ല. അതും ഒരു ബേസിക് ഇമോഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ലോൺലി ആയിട്ട് ഒരിക്കലും ഫീൽ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സാധനമില്ല. അതും ഒരു മനുഷ്യന് നീഡറായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ എവിടെയോ അതിനെ എന്താ പറയുക ഒരു നെഗറ്റീവ് ഇമോഷനായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇമോഷൻസ് എല്ലാം വാലിഡാണ്, ഇമോഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആൻഡ് ഈച്ച് ആൻഡ് എവറി ഇമോഷൻ ഇസ് ടോക്കിംഗ് ടു യു. വെൻ ദേ ആർ ടോക്കിംഗ് ടു യു, you need to like listen to them. Okay, they are trying to communicate something to you. അപ്പോൾ ആ സംതിങ് എന്താ എന്നുള്ളതാണ് നമ്മളവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണെന്നുള്ളത് റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ പറയുമ്പോൾ തന്നെ ആൾക്ക് വരുന്ന ആ ഇമോഷൻ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഫസ്റ്റ് പോകേണ്ടത്. ആ വ്യക്തിക്ക് പോകേണ്ട ഫസ്റ്റ് തോട്ട് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന കാര്യം. സോ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അവിടെ വേറെ ആരുമല്ല, പാർട്ട്ണർ. ഓക്കെ, സോ അവിടെ ആ സിറ്റുവേഷനിൽ വേറെ ആരെയും റീപ്ലേസ് ചെയ്യാണ്ട് അത് ആ പാർട്ട്ണറോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മേ ബി അസേർട്ടീവ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എനിക്കിങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, എന്തായിരിക്കാം എൻ്റെ ഫീലിംഗ് ആണ് പറയുന്നത്. അപ്പുറത്തെ ആളെ നമ്മൾ ഒരു രീതിയിലും ക്രിട്ടിസൈസ് ചെയ്യാണ്ട് നമ്മൾ നമ്മുടെ ഫീലിംഗ് ഡയറക്റ്റായിട്ട് ഇതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, മേ ബി നമുക്കിതെങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചോദിക്കുമ്പോൾ അവിടെ ഡയറക്റ്റായിട്ടുള്ള ഒരു ടീം വർക്ക് അവിടെ ഫോമായി. സോ അവിടെ എന്തായിരുന്നു മേ ബി അവിടെ ഉണ്ടായിരുന്നത്, എന്താണ് ഇപ്പോൾ ലാക്ക് ചെയ്യുന്നത്, ഒരു പരിധിവരെ അവർ ഒരു ടീം വർക്കായിട്ട് ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാത്രം ഇവർക്കതിനെ മേ ബി ടാക്കിൾ ചെയ്യാൻ ഒരു പരിധിവരെ ടാക്കിൾ ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഈ സിറ്റുവേഷൻസ് നമ്മൾ
എന്ത് ചെയ്യുന്നു, ആ സിറ്റുവേഷൻ നമ്മുടെ മനസ്സിൽ തന്നെ ഇട്ട് ചിന്തിക്കുന്നു. മേ ബി കുറച്ചും കൂടെ കൂടുതൽ നമ്മൾ AI അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഈ ലോൺലിനെസ് മേ ബി ഇതായിട്ട് വരുന്ന ഓരോ റീലാണെങ്കിലും അല്ലെങ്കിൽ ഓരോ കണ്ടൻറ് ആണെങ്കിലും ഇതിലേക്ക് നമ്മൾ കൂടുതൽ റെസനേറ്റ് ചെയ്ത് ഇതിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നാൽ അതും എനിക്കുണ്ടാവാം, ഇതും എനിക്കുണ്ടാവാം, അതും എനിക്കുണ്ടാവാം, ഈ രീതിയിലേക്ക് മാത്രമായിട്ട് നമ്മുടെ ആൻസൈറ്റീനെയും അല്ലെങ്കിൽ നമ്മുടെ ആ സിറ്റുവേഷനെയും കൂടുതൽ വൾണറബിൾ ആക്കുക എന്നുള്ളതാണ് യൂഷ്വലി ആ സിറ്റുവേഷനിൽ നമ്മൾ കണ്ടുവരുന്നൊരു പാറ്റേൺ. സോ അതിലേക്ക് പോവാണ്ട് എത്രത്തോളം പെട്ടെന്ന് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അത്രത്തോളം പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സിറ്റുവേഷനെ ഡീൽ ചെയ്യാൻ പറ്റും. ഒരു റിലേഷൻഷിപ്പിൽ ഇൻറ്റിമസി ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരുപാട് ഡിസ്കഷൻ വന്നിട്ടുള്ളൊരു കാര്യമാണ് ഇൻഡിവിജ്വൽ സ്പേസ് ഉണ്ടാവുക. ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോഴും അതുണ്ടായിരിക്കണമെന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ ശരിക്കും ഒരു റിലേഷൻഷിപ്പിൽ ഈ ഇൻഡിവിജ്വൽ സ്പേസ് ഉണ്ടാവുക എന്നുള്ളതും അതുപോലെ ഇൻറ്റിമസിയും ഈ രണ്ട് കാര്യങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമാണോ ഉള്ളത്? ഇതിലൊന്ന് മോശം മറ്റത് നല്ലത് എന്നാണോ അതോ രണ്ടും കോഎക്സിസ്റ്റ് ചെയ്യണം എന്നാണോ? സ്പേസ് എന്നുള്ളത് മോശമായിട്ടുള്ള കാര്യമില്ല. ചില ഇൻഡിവിജ്വൽസിന് ആ സ്പേസ് നീഡഡ് ആണ് ഫോർ ദം ടു ഫങ്ഷൻ. ചില എന്നല്ല, എല്ലാ ഇൻഡിവിജ്വൽസിനും ആ സ്പേസ് വേണം, എല്ലാ ഇൻഡിവിജ്വൽസിനും ആ കണക്ഷൻ്റെ പാർട്ടും വരണം. രണ്ടും കോഎക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളതില്ല. രണ്ടും ഒരാളിൽ കോഎക്സിസ്റ്റ് ചെയ്യേണ്ട സാധനമാണ്. രണ്ടും അതിൻ്റെ ഒരു ബാലൻസിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് റിലേഷൻഷിപ്പിൽ നമ്മൾ നോക്കേണ്ടത്. ഈ ബാലൻസ് എന്ന് പറഞ്ഞാൽ 50-50 ഇല്ല. ഓക്കെ, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ സ്പേസ് എന്നുള്ളത് കൊണ്ട് ആ വേർഡ് ഇപ്പോൾ ഭയങ്കര യൂഷ്വലായിട്ട് ഭയങ്കര കാഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന ആൻഡ് ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ് റിലേഷൻഷിപ്പിൽ. പ്രത്യേകിച്ച് സ്പേസ് എടുത്ത് പോവുക എന്ന് പറയുമ്പോൾ എന്തോ തെറ്റ് ചെയ്യുന്ന പോലെയാണ് ചിലപ്പോൾ പാർട്ട്ണർ കാണുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഞാൻ സ്പേസ് എടുത്തു എന്നുള്ളതിന് എന്നെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളതിലേക്കാവും ഇപ്പുറത്തെ പാർട്ട്ണറും കാണുന്നുണ്ടാവുക. ഓക്കെ, സ്പേസ് നീഡഡ് ആണ് ഒരു റിലേഷൻഷിപ്പിൽ. മേ ബി ലൈക്ക് സ്പേസ് അല്ലെങ്കിൽ കണക്ഷൻ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ബൗണ്ടറി എന്നുള്ളൊരു വേർഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. രണ്ടുപേര് ആഫ്റ്റർ മാരേജ് ആണെന്നുണ്ടെങ്കിൽ പോലും രണ്ടുപേർക്കും ഒന്ന് എന്ന് പറയുമ്പോൾ അവിടെ ആ ഒന്നിൽ തന്നെ ഒരു ബൗണ്ടറി ഉണ്ടാക്കുന്നത് നല്ലതാണ്. രണ്ടുപേരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷെ അവിടെ ഇൻഡിവിജ്വൽ സ്പേസും നീഡഡ് ആണ്. ഓക്കെ, അവിടെ കണക്ഷനും വേണം, ആ ഒരു ഇൻഡിവിജ്വൽ സ്പേസും നിർബന്ധമാണ്. ആൻഡ് ഈ കണക്ഷൻ എന്ന് പറയുന്നതിലും ഞാൻ കണക്റ്റഡ് ആവുന്നു അല്ലെങ്കിൽ ഞാൻ അറ്റാച്ച്ഡ് ആവുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെയും ഇൻറ്റൻസിറ്റി നോക്കണം. ഒരു പരിധിയിൽ കൂടുതൽ എൻ്റെ നീഡ്സ് ഞാൻ എൻ്റെ പാർട്ട്ണറിൽ നിന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അപ്പുറത്തെ പാർട്ട്ണർക്ക് അത് സഫക്കേഷൻ ഉണ്ടാക്കാം. അപ്പോൾ ആ പാർട്ട്ണർക്ക് സഫക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാകുമ്പോൾ പാർട്ട്ണർ ഒബ്വിയസ്ലി ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഒന്ന് പുൾ ബാക്ക് ചെയ്യും. ആ പുൾ ബാക്ക് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ ആൻഷ്യസ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറും കൂടി ആണെന്നുണ്ടെങ്കിൽ ആ പാർട്ട്ണർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചേസ് മോഡ് ഓൺ ആക്കും. അപ്പോൾ ആ ചേസ് മോഡ് ഓൺ ആക്കുന്ന സമയത്ത് ഒന്നും കൂടി ഇൻറ്റൻസിറ്റിയിൽ ചേസ് ചെയ്യും. അപ്പുറത്ത് പാർട്ട്ണർ ഒന്നും കൂടി ഇൻറ്റൻസിറ്റിയിൽ അവോയ്ഡ് ചെയ്യും. ആൻഡ് ഈ പറഞ്ഞൊരു പുഷ് ആൻഡ് പുൾ എന്നുള്ളൊരു പാറ്റേൺ അവിടെ ഡെവലപ്പ് ആവും. ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളതിലേക്ക് അവിടെ സ്പേസ് നീഡഡ് ആണെന്നുണ്ടെങ്കിൽ അത് വളരെ നോർമൽ ആൻഡ് വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ എനിക്ക് എൻ്റെ റിലേഷൻഷിപ്പിൽ കണക്ഷൻ ആവശ്യമാണെന്ന് പറയുന്നതും വാലിഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് രണ്ടിനെയും കോഎക്സിസ്റ്റ് ചെയ്ത് ആ ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ രണ്ട് പാർട്ട്നേഴ്സിനും പറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടിയും എളുപ്പമാവും. ആൻഡ് എവിടേക്കോ ഈ റിലേഷൻഷിപ്പ് കോൺഫ്ലിക്ട്സ് എന്ന് പറയുമ്പോൾ കോൺഫ്ലിക്ട്സ് എന്തോ മോശമായിട്ടുള്ള കാര്യം എന്നുള്ളതിലേക്കാണ്. കോൺഫ്ലിക്ട്സ് ഉണ്ടാവും, കാരണം രണ്ട് ഇൻഡിവിജ്വൽസാണ്, നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പ്രിഫറൻസസ് ആണ്, രണ്ട് ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്, ഡിഫറെൻറ്റ് എക്സ്പെക്റ്റേഷൻസും നീഡ്സും പേഴ്സണാലിറ്റിയും ഒക്കെ ഡിഫറെൻറ്റാണ്. കോൺഫ്ലിക്ട്സ് ഡെഫിനറ്റാണ്. ഓക്കെ, ആൻഡ് കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നത് മോശമായിട്ടുള്ള കാര്യമില്ല. കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്ന സമയത്ത് നമ്മളത് എങ്ങനെ ഡീൽ ചെയ്യൂ എന്നുള്ളതിൻ്റെ ബേസിസിലാണ് ആ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റെബിലിറ്റി പോവുക. ഇപ്പോൾ കുറേ വേർഡ്സ് ഉണ്ട്, ബ്രെഡ് ക്രംബിങ് അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പ്, അങ്ങനത്തെ കുറേ വേർഡ്സ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഈ വേർഡ്സ് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, ഇതൊക്കെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ പറഞ്ഞ റിലേഷൻഷിപ്പിലേക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ ലേബൽസ് കൊണ്ടുവരും. ഓക്കെ, യു ആർ ബ്രെഡ് ക്രംപിങ് മീ, അല്ലെങ്കിൽ ഈ പറഞ്ഞതിലേക്ക് ചെയ്യുന്നു, ആ പറഞ്ഞതിലേക്ക് ചെയ്യുന്നുള്ളതിലേക്ക് കുറേ ലേബൽസ് കൊണ്ടുവരുമ്പോൾ ഈ ലേബൽസ് മേക്ക് ദ അതർ പേഴ്സൺ ഫീൽ ലൈക്ക് ക്രിറ്റിസിസം. എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിലേക്ക് ഫീൽ ചെയ്യുള്ളൂ. മിക്കതും ഞാൻ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് കേസ് വരുന്ന കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും കയ്യിൽ ലേബൽസ് ഉണ്ടാവും. ഓക്കെ, വേർഡ്സും കാര്യങ്ങളും ട്രോമ, ട്രിഗേഴ്സ്, അത് ഇതെല്ലാ വേർഡ്സും ഉണ്ടാവും. കുറേയൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നതാവും, വായിച്ച് മനസ്സിലാക്കരുത് എന്നല്ല പറയുന്നത്. പക്ഷേ ഈ ഇൻഫോർമേഷൻ കയ്യിൽ വെച്ചതുകൊണ്ട് മാത്രം ഒന്നും ആയില്ല. ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതാണ് സംഭവിക്കുന്നുള്ള ആ കാര്യം മനസ്സിലാവുന്നുണ്ടാവും, പക്ഷേ ഇതിനെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, ഇതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവിടെ നിൽക്കുന്നേ ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് അതിനെ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് തെറപ്യൂട്ടിക്കലി മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അല്ല പറയുന്നത്. പക്ഷേ അവിടെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അവിടെ ഒരു ബയാസ് വരാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ തെറപ്പി എപ്പോഴും ഈ പറഞ്ഞ ഒരു ന്യൂട്രൽ പൊസിഷനിൽ നിന്നുകൊണ്ടുള്ള ഒരാളുടെ പ്രൊഫഷണൽ ഹെൽപ്പാണ്. ഇപ്പോൾ തെറപ്പിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും തെറപ്പി എടുക്കാറുണ്ട്. നമ്മൾ തെറപ്പിസ്റ്റുകളും നമുക്കും തെറപ്പി ഉണ്ട്. കാരണം നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾക്ക് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള പൊസിഷനിൽ നിന്ന് നമ്മളത് ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും അത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ പറഞ്ഞൊരു ന്യൂട്രൽ ബേസിസിൽ നിന്നുള്ള ഒരു പെർസെപ്ഷൻ കിട്ടുമ്പോൾ അത് കുറച്ചും കൂടിയും ബെറ്ററായിട്ട് നമുക്ക് ഈ പറഞ്ഞ റിലേഷൻഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അവിടെ വരുത്തേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ രണ്ടുപേരും ഒരേപോലെ വരുത്താൻ ട്രൈ ചെയ്താൽ മതി. ട്രൈയെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് അവർ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 100% രണ്ടുപേരും മാറ്റി, അതായത് ഇപ്പോൾ ഇപ്പുറത്തുള്ള ആൾക്ക് വേണ്ട പോലെ ഇപ്പുറത്തുള്ള ആളെ മാറ്റുക, ഈ പാർട്ട്ണർക്ക് വേണ്ട പോലെ അപ്പുറത്തുള്ള ആളെ മാറ്റുക എന്നുള്ളതല്ല തെറപ്പി. അവിടെ രണ്ടുപേർക്കും കംഫർട്ടബിൾ ആവുന്ന രീതിയിലേക്ക് ഒരു പൊസിഷനിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളത്. അതിന് രണ്ടുപേരും എഫേർട്ട് ഇടാൻ ട്രൈ ചെയ്യെങ്കിലും വേണം. അപ്പോൾ ആ റിലേഷൻഷിപ്പിൽ നമുക്ക് കുറച്ചും കൂടിയും ബെറ്ററായിട്ട് വർക്ക് ചെയ്ത് മുമ്പിലേക്ക് പോകാൻ പറ്റും. അതുപോലെ ഒരുപാട് ആൾക്കാർ ലൈഫിലും അതുപോലെ റിലേഷൻഷിപ്സിലൊക്കെ പറഞ്ഞു കേൾക്കാറുള്ളൊരു കാര്യമാണ് ഐ ലോസ്റ്റ് മൈ സെൽഫ്. ലൈഫിൽ എനിക്ക് എന്നെ എവിടെയോ നഷ്ടമായി പോയി. അതെന്തുകൊണ്ടാവും? സക്സസ്ഫുൾ ആണ് എന്ന് നമ്മൾ കരുതുന്ന ആൾക്കാർ പോലും ഇങ്ങനെ പറയുന്നുണ്ടാവുക. ഒരു വേർഡ് വന്നു, ലോസ്റ്റ് എന്നുള്ളത്. അവിടെ ആ കുട്ടിക്ക് ലോസ്റ്റ് ആയിട്ടുള്ളത് ആളുടെ സെൽഫാണ്. അത് പ്രയോറിറ്റി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പോയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഒരു സ്പെഷ്യലി റിലേഷൻഷിപ്പും കൂടി ആകുമ്പോൾ അവിടെ പല പ്രയോറിറ്റീസ് ഉണ്ടാവും, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും, റോൾസ് ഉണ്ടാവും. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ എവിടെയോ സൊസൈറ്റി നമുക്ക് പഠിപ്പിച്ച് തരാത്തൊരു കാര്യമാണ് ഞാനും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. യൂഷ്വലി ഇപ്പോൾ നമ്മൾ ക്ലയൻറ്റ്സ് വരുന്ന സമയത്താണെങ്കിലും അവരുടെ പ്രയോറിറ്റീസ് എന്തൊക്കെ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ റോൾസൊക്കെയാണ് അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ വർക്ക് പറയുന്നുണ്ടാവും, ഫാമിലി പറയുന്നുണ്ടാവും, പാർട്ട്ണർ പറയുന്നുണ്ടാവും, കുട്ടികൾ പറയുന്നുണ്ടാവും, ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചീനെയും ചേട്ടൻ്റെയും അതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ വരെ അവർ പറയുന്നുണ്ടാവും. ഇതിലെവിടെയും ചിലപ്പോൾ അവർ മെൻഷൻ ചെയ്യാൻ മറന്നു പോകുന്ന ഒരു പേര് അവരുടെ തന്നെയാവും. അപ്പോൾ അതിൽ അവർക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് ബാക്കിയുള്ള അവരുടേതായിട്ടുള്ള റോൾസും റെസ്പോൺസിബിലിറ്റീസിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അവിടെ അവർക്ക് ലോസ്റ്റ് ആവുന്നതാണ് ഈ പറഞ്ഞ സെൽഫ് എന്നുള്ളത്. ബാക്കിയുള്ള ഇപ്പോൾ ഈ പറഞ്ഞ റോൾസ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല പറയുന്നത്. എല്ലാ റോൾസും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ സെൽഫ് എന്നുള്ള ആ ഒരു റോളും ഇമ്പോർട്ടൻ്റ് ആണ്. അത് സിറ്റുവേഷൻ ബേസിസിൽ ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്രയോറിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. ചില സമയങ്ങളിൽ ചില റോൾസിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അപ്പുറത്തെ റോൾസിലേക്ക് ചിലപ്പോൾ കുറച്ച് പെർസെൻറ്റേജ് കുറയാം. പക്ഷേ അതിനുശേഷം അതവിടെ ഒരു റീഅഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളതിലേക്ക് വന്നാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. യൂഷ്വലി കണ്ടുവരുന്നൊരു പാറ്റേണിൽ സെൽഫ് എന്നുള്ളൊരു റോളേ കാണാറില്ല. അല്ലെങ്കിൽ അവിടെ സ്വന്തം പേര് പറയുന്ന ആൾക്കാർ വളരെ കുറവാണ്. എനിക്ക് എന്നോടും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എവിടേക്കോ ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഞാൻ സെൽഫിഷ് ആവുന്നു എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ്, ഒരു ഗിൽറ്റ് ഇൻഡ്യൂസ്ഡ് ആവാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അവിടെ സെൽഫ് കെയർ എന്നുള്ളതും സെൽഫ് ലവ് എന്നുള്ളതും സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ളതും പ്ലസ് ഈ പറഞ്ഞ സെൽഫിഷ് എന്നുള്ള വേർഡും തമ്മിൽ ഒരേപോലെ ചിലപ്പോൾ പലരും യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഡിഫറൻസിയേഷൻ അറിയാത്തത് കൊണ്ട് എനിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്നുള്ളൊരു പൊസിഷനിലേക്ക് ക്ലയൻറ്റ് എത്തുമ്പോൾ ക്ലയൻറ്റിന് ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് മേ ബി ആ ഗിൽറ്റ് ഇൻഡ്യൂസ്ഡ് ആവാനും ചാൻസ് ഉണ്ട്. അവർ ക്യാരി ചെയ്യുന്ന ഗിൽറ്റ് ചിലപ്പോൾ അവരുടെ ആയിക്കോളുന്നില്ല, അവരിൽ പണ്ട് മറ്റുള്ളവരാരെങ്കിലും ഇൻഡ്യൂസ് ചെയ്ത് കൊടുത്ത സാധനം കൂടി ആവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് അവർക്ക് വേണ്ടി ഒരു കാര്യം അവർ ചെയ്യുമ്പോൾ പണ്ട് കിട്ടിയ ഒരു ഇൻഡ്യൂസ് ചെയ്ത് കിട്ടിയ ഒരു ഗിൽറ്റ് ഇവിടെ ആക്ടിവേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാറ്റി വയ്ക്കും. ബാക്കിയുള്ള റോൾസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. ആൻഡ് ബാക്കിയുള്ള റോൾസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അവിടുന്ന് ഒരു അപ്രിസിയേഷനും റെക്കഗ്നേഷനും കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ചെയ്യണം ടു പ്രൂവ് ദാറ്റ് ഐ എം വർത്തി എന്നുള്ളതിലേക്ക് ആ ഒരു തോട്ട് പ്രോസസ്സ് വരുന്നത് കൊണ്ട് തന്നെ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യും. അതിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ സെൽഫ് എന്നുള്ളതിലേക്ക് ടൈം കുറഞ്ഞ് പിന്നെ ഫെയ്ഡായി ഇല്ലാണ്ടായി ലോസ്റ്റ് എന്നുള്ള ഒരു ഫീലിംഗ് എത്തും. വേർ ദ പേഴ്സൺ ഫീൽസ് ലൈക്ക് എ ഡിഫറെൻറ്റ് പേഴ്സൺ. ഞാനെന്ന വ്യക്തി ഇതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണോ വേണ്ടിയിരുന്നത് എന്നുള്ളത് അവർ സ്വന്തമായിട്ട് ചോദിക്കുമ്പോൾ ഇതല്ല എന്നുള്ളൊരു ഉത്തരവാകും. പക്ഷേ എവിടെയാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെയാണ് ആ പോയിന്റ് എന്നുള്ളത് ചിലപ്പോൾ അവർക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കാനും കിട്ടുന്നുണ്ടാവില്ല. ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ബേസിക്കലി അവരുടെ പാസ്റ്റ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടാകും. അത് അവർ ക്യാരി ചെയ്യുന്ന കുറച്ച് വോയിസസ് ആവാം, അവർക്ക് മറ്റുള്ളവർ കൊടുത്തിട്ടുള്ള കുറച്ച് വോയിസസ് ആവാം. ഈ വോയിസസ് കുറച്ച് കഴിയുമ്പോൾ അവരുടേതായിട്ട് റെസനേറ്റ് ചെയ്തെടുക്കും. ആ റെസനേഷൻ വരുമ്പോഴാണ് ഈ പറഞ്ഞ സെൽഫ് എന്നുള്ളതിലേക്ക് ഒരു ലോസ്റ്റ് ഫീലിംഗിലേക്ക് പോകാനും ചാൻസ് കൂടുതലുള്ളത്. സെൽഫ്ലെസ്സും സെൽഫിഷും, അതായത് ആ വ്യക്തിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്നുള്ളതിനേക്കാൾ ഉപരി മേ ബി നാടിന് വേണ്ടി, സൊസൈറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് ആ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ അവിടെ ആ വ്യക്തിനെ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ആ വ്യക്തിനെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സോ ഇതാണ് ശരി,
മറ്റത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തോ തെറ്റ് ചെയ്യുന്ന പോലെ എന്നുള്ള രീതിയിലേക്ക് നമ്മളവിടെ പലപ്പോഴും കാണുന്നുണ്ട്. പിന്നെ അവിടെ എപ്പോഴും ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കാര്യം മാറ്റി വയ്ക്കാനാണ്. അവിടെ ഒരു നോ, അതല്ലെങ്കിൽ മേ ബി അസർട്ടീവ് ആയിട്ടുള്ള ഒരു വാക്ക്, അതല്ലെങ്കിൽ ഒരു റിപ്ലൈ, ഇതിനേക്കാളൊക്കെ ഭയങ്കര എളുപ്പം കംഫർട്ട്, അല്ലെങ്കിൽ ആ കംഫർട്ട് നമുക്ക് നമ്മളെ മാറ്റി വയ്ക്കാനാണ്. ആരോടും ചോദിക്കാനോ പറയാനോ ഇല്ലല്ലോ. അവിടെ അങ്ങനെ മാറ്റി വെച്ച് എവിടെയോ നമ്മുടെ ഐഡൻറ്റിറ്റി നമുക്ക് തന്നെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു പോയിൻ്റ് എത്തിയാൽ മാത്രമേ നമ്മൾ ചിലപ്പോൾ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുകയുള്ളൂ. അപ്പോഴേക്കും നമ്മൾ ഒരുപാട് ദൂരം വന്നിട്ടുണ്ടാവും. അവിടെ നമ്മുടെ നല്ല കുറേ ടൈം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏജ്, അല്ലെങ്കിൽ ആ ഒരു ഏജ് പീരീഡ് നമ്മൾ ഭയങ്കരമായിട്ട് അവിടെ എവിടേക്കോ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒരിക്കലും ഒന്നിനും വേണ്ടി നമ്മൾ റിയലി നമുക്ക് ആ സിറ്റുവേഷൻസിൽ നമുക്കതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മുടേതാണ്, അല്ലെങ്കിൽ നമുക്കത് ചെയ്യുന്ന സന്തോഷം തരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആർക്കും വേണ്ടി നമ്മൾ ആ കാര്യങ്ങൾ മാറ്റി വെക്കരുത്. ആദ്യം നമ്മളെ സന്തോഷിപ്പിച്ചാൽ മാത്രമേ ഐഡിയലി ബാക്കിയുള്ളവരെ നമ്മൾ സന്തോഷിപ്പിച്ചാലും നമുക്ക് നമ്മുടെ ഈ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്ന ഈ ഒരു ഇമോഷനെ, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കണ്ടിന്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ അത് പ്രൊലോങ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതല്ലെങ്കിൽ പെട്ടെന്ന് തീരും. അപ്പുറത്ത് അവർക്ക് കൊടുത്തതിന് ശേഷം നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതവിടെ തീർന്നു. ഓക്കെ, സോ രണ്ടും വേണം. രണ്ടും ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു മേ ബി ആ ഒരു ഹാപ്പിനെസ് എന്നുള്ള ഫാക്ടർ നമുക്ക് കുറച്ചും കൂടെ പ്രൊലോങ് ചെയ്ത് നീട്ടി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എപ്പോഴും നമ്മുടെ കപ്പും കൂടി ഫില്ല് ചെയ്യാൻ നോക്കുക. കാരണം ഒരുവിധ ആൾക്കാർ എല്ലാവരും എക്സ്പെക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത് അവരുടെ കപ്പ് മറ്റുള്ളവർ ഫില്ല് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ്. അതായത് ഞാൻ അവരുടെ കപ്പ് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരെൻ്റെ കപ്പ് ഫില്ല് ചെയ്യും എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നടന്നോളണമെന്നില്ല. അപ്പം അപ്പുറത്തുള്ള ആൾക്കാരുടെ കപ്പിലേക്ക് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുത്ത് അവസാനം സ്വന്തം കപ്പ് കാലിയാവുന്ന അവസാനമാവും അറിയുന്നുണ്ടാവുക. ആൻഡ് അവിടെ എൻ്റെ കപ്പിൽ ഇനി എനിക്കൊന്നും കൊടുക്കാൻ, വേറൊരാൾക്ക് കൊടുക്കാനൊന്നും ഇല്ല എന്നുള്ള ആ ഒരു പോയിന്റിലാവും ചിലപ്പോൾ ഈ പറഞ്ഞ റിയലൈസേഷൻ വരുന്നുണ്ടാവും. പക്ഷെ ആ സമയമാകുമ്പോഴേക്കും ഡ്രെയിൻഡ് ആയിട്ടുണ്ടാവും. ആൻഡ് ചിലപ്പോൾ ആ സമയത്ത് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു എനർജി പോലും അവരുടെ കയ്യിൽ ഉണ്ടാവാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചില ആൾക്കാർ ഭയങ്കര സങ്കടത്തിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, എടോ എന്നെ ഒന്നും ലൈഫിൽ ആരും കാണുന്നില്ലടോ, എന്നെ ആരും കേൾക്കുന്നില്ല, എന്നെ കേൾക്കാൻ ആരും ഇല്ല. അതൊരു വലിയ സങ്കടമായിട്ടാണ് നമ്മൾ കേൾക്കുമ്പോഴും നമുക്കതിലെ പെയിൻ മനസ്സിലാവുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും ചില ആളുകൾക്ക് അങ്ങനെ തോന്നുന്നത്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പോൾ ഈ ചോദിച്ചത് ആരാണെന്നുണ്ടെങ്കിലും ആ ചോദിച്ച ആളുടെ വിഷമം വാലിഡാണ്. അപ്പുറത്തുള്ള ആൾ ആ വിഷമം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിഷമം വാലിഡാണ്. കാരണം അയാളത് ഫീൽ ചെയ്യുന്നുണ്ട്, അയാളുടെ ബ്രെയിൻ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വിഷമം വാലിഡാണ്. ആൻഡ് ഈ ചോദ്യത്തിൻ്റെ ആദ്യത്തെ പാർട്ടിൽ വന്ന കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നോട്ട് ബീയിങ് സീൻ, നോട്ട് ബീയിങ് നോട്ടീസ്ഡ് എന്നുള്ളതിലേക്കാണ്. അതിൽ പല രീതിയിലേക്കാവാം. ചിലപ്പോൾ ആളുടെ ഇമോഷൻസ് ആവാം, ചിലപ്പോൾ ആളുടെ അച്ചീവ്മെൻറ്റ്സ് ആവാം, ചിലപ്പോൾ ആളെന്ന വ്യക്തിയെ തന്നെ ആവാം. മൊത്തത്തിൽ ഒരാളെ തന്നെ കാണാണ്ടേ ആവാം റിലേഷൻഷിപ്പിൽ. പുറത്തുണ്ടാവും പക്ഷേ ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല, എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആൾക്ക് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ കൊടുക്കാൻ പാർട്ട്ണർക്ക് പറ്റുന്നുണ്ടാവില്ല. ഈ പറഞ്ഞ രീതിക്ക് അൺനോട്ടീസ്ഡ് ആവുന്ന സമയത്ത് മോസ്റ്റ് പ്രോബബ്ലി നെഗറ്റീവ് തോട്ട്സ് ആവും ആദ്യം നമ്മുടെ ബ്രെയിനിൽ പൊങ്ങി വരുന്നുണ്ടാവാം. ആൻഡ് ഈ നെഗറ്റീവ് തോട്ട്സ് കുറേയൊക്കെ ബ്രെയിനിൽ വയേർഡാണ്. അതുകൊണ്ടാണ് അതിന് നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ് എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അതിനൊരു അഡാപ്റ്റീവ് സർവൈവൽ മെക്കാനിസം കൂടിയുണ്ട്. ഈ പറഞ്ഞ തോട്ട്സ്, നെഗറ്റീവ് തോട്ട്സ് ഒക്കെ വരുന്നതും ചൈൽഡ്ഹുഡിൽ നിന്നാവും. ആ കുട്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ അഡൽട്ട് എങ്ങനെ ഈ സിറ്റുവേഷനെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതും കൂടിയാവും. ചിലപ്പോൾ അപ്പുറത്തുള്ള ആൾ നോട്ടീസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇവിടെ എനിക്ക് വേണ്ട രീതിക്കാവില്ല ചിലപ്പോൾ അത് കിട്ടുന്നുണ്ടാവാം. ഇവിടെ ചിലപ്പോൾ വേണ്ടിയിരുന്നത് അപ്രിസിയേഷൻ ആവാം, കലാപരമായിട്ടോ അല്ലെങ്കിൽ കായികപരമായിട്ടോ, അല്ലെങ്കിൽ വരയ്ക്കുന്ന കഴിവുള്ളൊരു കുട്ടിക്ക് ചിലപ്പോൾ ആ കുട്ടിക്ക് വേണ്ട കാര്യം എന്താണോ അതാവില്ല ചിലപ്പോൾ പാരൻസ് കൊടുത്തിട്ടുണ്ടാവാം. സോ ദ ചൈൽഡ് വുഡ് ഫീൽ അൺനോട്ടീസ്ഡ് അല്ലെങ്കിൽ അൺസീൻ. പാരൻസ് വിചാരിക്കുന്നുണ്ടാവുക അവരെല്ലാം കൊടുക്കുന്നുണ്ടെന്നുള്ളത്. പാരൻസിൻ്റെ സൈഡിൽ നിന്ന് അവർ നോക്കുമ്പോൾ അവരുടെ ബെസ്റ്റ് എഫേർട്സ് ഇരുന്നുണ്ടാവും. കുട്ടിക്ക് വേണ്ടതാവില്ല ചിലപ്പോൾ കിട്ടുന്നുണ്ടാവുക. ഈ കുട്ടിക്ക് ചിലപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ സമയത്ത് അപ്പോൾ ഉണ്ടായിട്ടും ഉണ്ടാവില്ല. ആൻഡ് അഡൽട്ട്ഹുഡിലേക്ക് വരുമ്പോൾ ഈ പെയിൻ ആ കുട്ടി ക്യാരി ചെയ്യും. പല രീതിയിലേക്കാവും ആ കുട്ടി അത് ചിലപ്പോൾ കോപ്പ് ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ പെർഫെക്ഷനിസം ട്രേറ്റ് ആയിട്ട് വരുന്നുണ്ടാവാം. അതായത് ആ പെയിൻ അവിടെ ഉണ്ട്. ആ പെയിൻ അൺഅഡ്രസ്ഡ് ആണ്, ആ പെയിൻ വാലിഡുമാണ്. ആ പെയിൻ ക്യാരി ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഈ പറഞ്ഞ റിലേഷൻഷിപ്പിലേക്ക് എഫക്റ്റഡ് ആവാം. ആ പെയിനിൻ്റെ ഒരു കളർ ഈ അഡൽട്ട് റിലേഷൻഷിപ്പിലേക്ക് ടിൻറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. ഈ കളർ അതിലേക്ക് അങ്ങോട്ട് മിക്സ് ചെയ്ത് വരും. അപ്പോൾ ചിലപ്പോൾ പാർട്ട്ണർ മെസ്സേജ് അയച്ചിട്ട് അപ്പം തന്നെ റെസ്പോൺസ് വന്നില്ല എന്നുള്ളതിന് ഈ പറഞ്ഞ ആൾ ചിലപ്പോൾ എടുക്കുന്നത് എനിക്ക് ഇമ്പോർട്ടൻസ് തരുന്നില്ല എന്നുള്ളതാവും, അല്ലെങ്കിൽ എന്നെ കാണുന്നില്ല എന്നുള്ളതാവും. അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആൾ ഇയാളുടെ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്യുന്നതിന് പകരം അതിനൊരു ലോജിക്കൽ സൊല്യൂഷൻ ആവും ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവാം. അപ്പോൾ
അഗെയിൻ ദിസ് പേഴ്സൺ വുഡ് ഫീൽ ലൈക്ക് എൻ്റെ ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് ഇല്ല, എന്നെ കാണുന്നില്ല. ഈ പറഞ്ഞ പല രീതിയിലേക്കും പലർക്കും പലതാണ്. അപ്പോൾ ജനറലൈസ് ചെയ്ത് നമുക്കത് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ തെറപ്പി ഇൻഡിവിജ്വലി ചെയ്യുന്നത്. അവിടെ താങ്കൾ ആ ചോദ്യം ചോദിച്ചതിൽ അവിടെ ഫസ്റ്റ് വന്ന 2 വേർഡ്സ്, ഇപ്പോൾ നോട്ടീസ് ആണെങ്കിലും അല്ലെങ്കിൽ ആ കൺസിഡർ ആണെങ്കിലും, ഇത് കേട്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് വന്ന എൻ്റെ ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ വ്യക്തിനെ നോട്ടീസ് ചെയ്യുന്നുണ്ടോ, ആ വ്യക്തിനെ കൺസിഡർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കാനായിരുന്നു. സോ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ആ വ്യക്തിക്ക് ഒരിക്കലും ആ സിറ്റുവേഷൻസിൽ അപ്പുറത്താരാണോ ഉള്ളത് ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് മേ ബി കിട്ടാത്തത് ഇത്രത്തോളം ബുദ്ധിമുട്ടാവേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ അല്ലെങ്കിൽ സാഹചര്യം അവിടെ വരുന്നില്ല. ഇഫ് ആ പേഴ്സൺ ആ വ്യക്തിനെ അവിടെ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ, ആ വ്യക്തിനെ തന്നെ അവിടെ നോട്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ, അവിടെ എവിടേക്കോ ആ വ്യക്തിയുടെ മനസ്സിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ആ സിറ്റുവേഷൻസിനെ ലൈക്ക് ആ വ്യക്തി പെർസീവ് ചെയ്തേക്കുന്നത് ലൈക്ക് എന്നെ വേറെ ആരൊക്കെയോ നോട്ടീസ് ചെയ്യപ്പെടണം അല്ലെങ്കിൽ വേറെ ആരൊക്കെയോ കൺസിഡർ ചെയ്യണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് വാല്യൂ ഉള്ളൂ. ആ വ്യക്തിയുടെ ആ സിറ്റുവേഷൻസിൽ എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ട്, എത്രത്തോളം കൺസിഡർ ചെയ്യുന്നുണ്ട്, എത്രത്തോളം മേ ബി ആ സിറ്റുവേഷൻസിൽ ആ വ്യക്തിക്ക് കെയർ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഈ സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ എക്സ്പ്ലോർ ചെയ്യേണ്ട വേറൊരു പെർസ്പെക്റ്റീവാണ്. അല്ലെങ്കിൽ മാം മേ ബി ആ സിറ്റുവേഷൻസിൽ പറഞ്ഞതിൽ ആഡ് ചെയ്ത് പറയാനുള്ള മേ ബി വേറൊരു പെർസ്പെക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ളൊരു നീഡാണ് ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ്. അതേപോലെ തന്നെ എന്നെ കേൾക്കാൻ ഒരാളും എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരാളെന്നുള്ളതും ആൻഡ് പ്ലസ് അപ്പുറത്തുള്ള ആൾ പറയുന്നത് കേൾക്കാൻ ഞാനൊരു സ്പേസ് കൊടുക്കുക എന്നുള്ളതും. ഓക്കെ, ഇത് രണ്ടും ഒരു റിലേഷൻഷിപ്പിൽ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഒരാളിലും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇയാളിൽ രണ്ടും ഉണ്ടാവണം. ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഡേറ്റിംഗ് കൾച്ചറൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് മാറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പലരും അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്ന ഒരു സമയവും കൂടിയാണ്. അത് ആക്ച്വലി കുറേ ആളുകൾക്ക് വളരെ പേടി ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എൻ്റെ റിലേഷൻഷിപ്പിൽ നിന്ന് എനിക്ക് ഇയാളെ നഷ്ടമാകുമോ, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ശരിക്കും എന്താണ് ഈ ഒരു മാറ്റത്തിൻ്റെ കാരണമായിട്ട് തോന്നുന്നത്? 2 പാർട്ട്നേഴ്സ് ഉണ്ട്. ഓക്കെ, അവർ തമ്മിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ മേ ബി ലൈക്ക് ഇമോഷണൽ നീഡ്സ് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വോയിഡ് ഫില്ല് ചെയ്യാൻ ചിലപ്പോൾ ചില ആൾക്കാർ, അത് പേഴ്സണാലിറ്റി ആവാം, ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ്റെ ബേസിസിലാവാം, അങ്ങനെ കുറച്ച് ഡിപ്പെൻഡ്സ് ഓൺ റീസൺ. ഓക്കെ, തെറ്റ് അല്ലെങ്കിൽ ശരി എന്നുള്ളത് നോക്കാനല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. ഓക്കെ, നമ്മളതിനെ സൈക്കോളജിക്കലി നോക്കുമ്പോൾ ആളപ്പുറത്ത് ആ വോയിഡ് ഫില്ല് ചെയ്യാൻ സീക്ക് ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പാണ്. ഓക്കെ, ഞാൻ സീക്ക് ചെയ്ത് ചെന്ന് പെടുന്നതും എവിടെയാണെന്നുള്ളതും ഈ പറഞ്ഞ ആളുടെ പേഴ്സണാലിറ്റിയും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, എങ്ങനെയാണ് സീക്ക് ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ചിരിക്കും. ആ സീക്കിങ്ങിൻ്റെ മെത്തേഡ് അനുസരിച്ചുമാണ് ഈ പറഞ്ഞ അടുത്ത റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളതിലേക്ക് പോവാം. അതൊരു ഫ്രണ്ട്ഷിപ്പും ആവാം, അതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറും ആവാം, അതല്ലെങ്കിൽ അതൊരു വർക്കിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് സ്വന്തം വർക്കിലേക്ക് കൂടുതൽ ഡൈവേർട്ട് ചെയ്ത് ആ ഒരു രീതിയിലേക്ക്, അതായത് വർക്ക് എന്നുള്ള ഒരു ഇതിനോട് റിലേഷൻഷിപ്പ് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അത് സീക്ക് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്നുള്ളത് ഈ പറഞ്ഞ വ്യക്തിയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. ആളുടെ അപ്പത്തെ ഇമോഷണൽ സിറ്റുവേഷൻ എന്താണെന്നുള്ളതും പേഴ്സണാലിറ്റി ട്രേറ്റ് എന്താണെന്നുള്ളതും ആൻഡ് പണ്ട് വർക്കൗട്ട് ആയിട്ടുള്ള കോപ്പിംഗ് മെക്കാനിസംസ് എന്താ എന്നുള്ളതിൻ്റെ ബേസിസിലും കൂടിയാണ് ഈ പറഞ്ഞൊരു സാധനം ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ വോയിഡ് ഫില്ലിങ് അപ്പുറത്ത് വേറൊരു പേഴ്സണിൽ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളതും ആൻഡ് ആ പേഴ്സണിൽ നിന്ന് വേറൊരു ഇമോഷണൽ സപ്പോർട്ട് എടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അവിടെ ആ ഒരു ബൗണ്ടറി എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതിരിക്കുമ്പോഴാണ് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് അത് വരുന്നുള്ളൂ. ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു ഇമോഷണൽ സപ്പോർട്ട് വേറൊരാളിൽ നിന്ന് എടുക്കുന്നതിൽ തെറ്റില്ല. ആ ബൗണ്ടറി പക്ഷേ എത്രമാത്രം അവിടെ നിലനിർത്താൻ പറ്റാറുണ്ട് എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇമോഷണലി കണക്റ്റഡ് ആവുന്ന സമയത്ത് അവിടെ ഒബ്വിയസ്ലി ഫിസിക്കലിയും സെക്ഷുവലിയും ഒക്കെ ആക്റ്റീവ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അത് ഒരു പ്രാവശ്യം ഈ പറഞ്ഞൊരു റിലേഷൻഷിപ്പിൽ നിന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഓക്കെ ലൈക്ക് ആ നീഡ്സ് സാറ്റിസ്ഫൈഡ് ആയി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പേഴ്സണാണ് അപ്പുറത്തുള്ള ആളെക്കാട്ടിലും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് ആ സമയത്ത് തരുന്നത് എന്നുള്ള ഒരു ഫീലിംഗിൻ്റെ ബേസിസിൽ ഇമ്പൾസീവായിട്ട് ചിലപ്പോൾ അവിടെ ഒരു കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു കണക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഓക്കെ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ റിലേഷൻഷിപ്പിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള അതേ പാറ്റേണേ അവിടെയും റിപ്പീറ്റഡ് ആവുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഉള്ള ഈ പറഞ്ഞ റിലേഷൻഷിപ്പിലുള്ള അതേ പ്രശ്നങ്ങൾ ചിലപ്പോൾ അപ്പുറത്തെ റിലേഷൻഷിപ്പിലും പൊങ്ങി വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മളിൽ തന്നെ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഈ പറഞ്ഞ റിലേഷൻഷിപ്പിൽ എന്താണ് ഇഷ്യൂ, അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുമ്പിലേക്ക് പോവുക, പറ്റുന്ന കാര്യമാണെങ്കിൽ അതിനനുസരിച്ച് മുമ്പിലേക്ക് പോവുക. കോപ്പിംഗ് മെക്കാനിസംസ് എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമല്ല, പക്ഷേ ഹെൽത്തി ആൻഡ് അൺഹെൽത്തി കോപ്പിംഗ് മെക്കാനിസംസ് ഉണ്ട്. അത് കോൺഷ്യസ്ലി ചിലപ്പോൾ ചൂസ് ചെയ്യുന്നതാവില്ല. തെറപ്പിയിൽ നമ്മൾ വരുന്ന സമയത്ത് ക്ലയൻറ്റിൻ്റെ അൺകോൺഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളും കൂടി പുറത്തേക്ക് കൊണ്ടുവന്ന് ക്ലയൻറ്റിന് അത് റിഫ്ലക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. അവിടെ ചിലപ്പോൾ മേ ബി ലൈക്ക് ഈ പറഞ്ഞ കോപ്പിംഗ് മെക്കാനിസംസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്
ഇൻസ്റ്റാൾ ചെയ്ത് ക്ലയൻറ്റിനെ തന്നെ എക്യുപ്പ് ചെയ്യാൻ കുറച്ചും കൂടി നമുക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഒരു കാര്യം കൂടി അവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ഐഡൻറ്റിഫിക്കേഷനും അവെയർനെസ്സും അതിനനുസരിച്ചുള്ള ഒരു ആക്ഷൻ ഫേസിലേക്ക് ക്ലയൻറ്റ് എത്തുമ്പോൾ ഈ പറഞ്ഞ ഒരു പാറ്റേൺ ക്ലയൻറ്റിന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. സോ ദാറ്റ് ക്ലയൻറ്റിന് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. അവിടെ തെറപ്പിയിൽ നമ്മൾ ഡിസൈഡ് ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്, ക്ലയൻറ്റിനെ എക്യുപ്പ് ചെയ്യുക ചെയ്യണം. സോ ദാറ്റ് ലൈക്ക് ക്ലയൻറ്റ് ക്യാൻ ഡിസൈഡ്. അവിടെ നാളെ മറ്റന്നാൾ തെറപ്പിസ്റ്റ് എന്ന നിലയിലേക്ക് നമ്മൾ കൂടെ ഉണ്ടാവില്ലല്ലോ, എല്ലാ ദിവസവും നമ്മൾ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ ക്ലയൻറ്റിന് ഈ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്റ്റേജിലേക്ക് അവരെ കയറ്റി നിർത്തുക എന്നുള്ളതാണ് തെറപ്പിയിലൂടെ നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഈ പറഞ്ഞൊരു പാറ്റേൺ വരാതിരിക്കുക എന്നുള്ളത് ചിലപ്പോൾ പോസിബിൾ ആയിക്കൊള്ളുന്നില്ല, കാരണം ഇത് പാറ്റേൺ ആണ്, അതുകൊണ്ടാണ് അത് റിപ്പീറ്റ് ആവുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് ഇന്ന പാറ്റേൺ, എൻ്റെ ഇന്ന കാര്യങ്ങളാണ് ഇവിടെ ഞാൻ റിപ്പീറ്റഡ് ആവുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഐഡൻറ്റിഫിക്കേഷനും അവെയർനെസ്സും വന്ന് അവിടെ അപ്പം തന്നെ ഒരു ചേഞ്ച് ക്ലയൻറ്റ് തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ് തെറപ്പിയിൽ കൂടെ ക്ലയൻറ്റിനെ എക്യുപ്പ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇത്ര നേരം റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമ്പോൾ ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ ആശിച്ച് മോഹിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങായിരിക്കും. വേറെ ചില ആൾക്കാർ താല്പര്യമില്ലാതെ, അതായത് റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, മറ്റേ ആൾ നോ പറഞ്ഞതുകൊണ്ട് പുറത്താക്കപ്പെടുന്ന ആളുകളായിരിക്കും. വളരെ ചുരുക്കമാണെങ്കിലും ചില സിറ്റുവേഷൻസിൽ രണ്ടുപേരും ഒരുമിച്ച് സംസാരിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തി റിലേഷൻഷിപ്പ് അവസാനിക്കുകയും ചെയ്യും. ഇതിലേത് സിറ്റുവേഷനിലായാലും ഈ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കുന്ന ആളും അതിൽ നിന്ന് ഔട്ടായി പോകുന്ന ആളും, ഇവർക്ക് രണ്ടു പേർക്കും ഹീലിങ്ങിൻ്റെ ആവശ്യമില്ലേ? ആ ഹീലിംഗ് കൊണ്ട് ആക്ച്വലി എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് അതിൻ്റെ ഒരു പ്രോസസ്സ്? അവിടെ ഹീലിംഗ് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കും ഓരോ റിലേഷൻഷിപ്പിൻ്റെയും. ഇപ്പോൾ ഈ പറഞ്ഞ കളർ ഡിഫറെൻ്റ് ആണെങ്കിൽ അവിടെ ഹീലിംഗ് വുഡ് ബി ഡിഫറെൻറ്റ് ഫോർ ഈച്ച് ആൻഡ് അതർ പേഴ്സൺ. അപ്പോൾ അവിടെ ഓരോരുത്തരുടെയും ഹീലിംഗ് വുഡ് ബി ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പോൾ അത് ആ സിറ്റുവേഷൻ്റെ ബേസിസിലാവും പോകുന്നുണ്ടാവുക. ആഗ്രഹിച്ച് കൊതിച്ച് ഇറങ്ങി വന്നതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾ മിക്കവാറും ആ ഒരു റിലേഷൻഷിപ്പ് നഷ്ടമായി എന്നുള്ളതിൽ ഗ്രീവ് ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്ത സാധനങ്ങളാവും മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ അവിടെ ഹീലിംഗ് പാർട്ടിലേക്ക് ചിലപ്പോൾ എടുക്കേണ്ടി വരും. ആൻഡ് മാത്രമല്ല എന്തുകൊണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ആഗ്രഹിച്ച് കൊതിച്ചിട്ട് ഇറങ്ങി വരിക എന്ന് പറയുമ്പോൾ തന്നെ അത്രയും സമയം എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ആ സമയം എടുക്കാനുള്ള കാരണം എന്തുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്രയും കാലം അവിടെ നിന്നതിൻ്റെ കാരണം എന്തായിരുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടെ ആ ഹീലിംഗ് പാർട്ട്ണറിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റും. ആൻഡ് ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാളാവും അതിൽ എൻഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, മറ്റാൾ സ്റ്റിൽ ഇപ്പോഴും ആ സർക്കിളിൽ നിൽക്കാവും, അപ്പോൾ അപ്പുറത്തുള്ള ആൾ സ്റ്റക്കാവും. ഓക്കെ, അപ്പോൾ ആളുടെ ഹീലിംഗ് ഡിഫറെൻ്റ് ആവും. ഹീലിംഗ് എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ മേ ബി ലൈക്ക് അണ്ടർസ്റ്റാൻഡിങ് മോർ അബൌട്ട് ദെയർ ഓൺ സെൽഫ് and what happened to them within that relationship and where is this coming from. അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കൂടുതൽ തെറപ്പിയിൽ നമ്മൾ അറ്റൻഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതവിടെ കുറച്ചും കൂടി ക്ലയൻറ്റിനെ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നൊരു ഫീലിംഗ് വരും. അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് മാറ്റണം എന്നുള്ള രീതിക്കാവും. ഓക്കെ, ഇപ്പോൾ ഗ്രീവ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീഫിന് കുറച്ച് സ്റ്റേജസ് ഉണ്ട്. ഓക്കെ, അത് 6 ദിവസം കൊണ്ട് ചിലപ്പോൾ ചെയ്ത് തീർത്തിട്ട് പോവാം എന്നുള്ള രീതിക്കാവും. അതങ്ങനെയല്ല. അതായത് അവിടെ ഹീലിംഗ് എന്നുള്ളത് ജേർണിയാണ്. ആൻഡ് ആ ജേർണി ചിലപ്പം ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളാവില്ല ചിലപ്പോൾ നമുക്ക് അവിടെ എടുക്കേണ്ടി വരാം. ചിലപ്പോൾ പാസ്റ്റിലുള്ള ഏതെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ കോമ്പൻസേഷൻ ആവും ഇവിടെ, അല്ലെങ്കിൽ അവിടെയുള്ള പാസീവ് അഗ്രസീവ് ബിഹേവിയർ ആവും ചിലപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാവാം ചിലപ്പോൾ ഈ പറഞ്ഞ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ പെർട്ടിക്കുലർ റിലേഷൻഷിപ്പ് മാത്രമായിട്ട് എന്നുള്ളതിലേക്കാവില്ല. നമ്മൾ ഹീലിംഗ് എന്നുള്ളത് ആ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം ബേസ്ഡ് അല്ല എടുക്കുക, ക്ലയൻറ്റിനെയാണ് നമ്മളവിടെ കാണുന്നത്. ക്ലയൻറ്റിൻ്റെ പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അതിലും കൂടുതൽ ആ ക്ലയൻറ്റ് ഒരു വ്യക്തി എന്നുള്ളതിലേക്ക് നമ്മൾ കാണുമ്പോൾ കുറച്ചും കൂടിയും ഹോളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ആസ് ആൻ ഇൻഡിവിജ്വൽ എന്നുള്ളതിലേക്ക് അവരെ തന്നെ നോക്കിക്കാണുക എന്നുള്ളതിലേക്ക്, അതായത് ഈ പറഞ്ഞൊരു പ്രോബ്ലം എന്നുള്ളതിലേക്ക് അഡ്രസ്സ് ചെയ്യണം. പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലം അഡ്രസ്സ് ചെയ്യണം. പക്ഷേ ആ പ്രോബ്ലം ആയിട്ടല്ല ആ ക്ലയൻറ്റിനെ നമ്മൾ തെറപ്പി സെഷനിൽ കാണാം. ക്ലയൻറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു ദെയർ പ്രോബ്ലം എന്നുള്ളതാണ്. ക്ലയൻറ്റിൻ്റെ അപ്പത്തെ ആ ഒരു സിറ്റുവേഷനിലുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളാണത്, അതുകൊണ്ടാവും അവർ വരുന്നുണ്ടാവുക. ഓക്കെ, അത് നമ്മൾ ഡീൽ ചെയ്യണം. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ വരുന്ന ആളെ മുഴുവനായിട്ടും, അതായത് ഹോൾ പേഴ്സൺ എന്നുള്ളതിലേക്ക് കാണുമ്പോൾ അവിടെ നിന്നാണ് ഈ പറഞ്ഞ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഹീൽഡ് എന്നുള്ളൊരു പൊസിഷൻ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഈ പറഞ്ഞ പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യും. ആ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് നമുക്ക് പറ്റുന്ന രീതിക്ക് അത് ഹാൻഡിൽ ചെയ്ത് പോവുക എന്നുള്ളതാണ്. കുറച്ചും കൂടിയും ബെറ്ററായിട്ട് അവെയറായിട്ട് ബെറ്റർ കോപ്പിംഗ് മെക്കാനിസംസ് ഇട്ട് അത് കുറച്ചും കൂടിയും മേ ബി ലൈക്ക് ഞാൻ പണ്ട് ഹാൻഡിൽ ചെയ്തതിനെക്കാട്ടിലും ബെറ്ററായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇപ്പോൾ ചോദിച്ച ആ ഒരു ചോദ്യത്തിൽ റിലേഷൻഷിപ്പിൽ നിന്ന് ചിലപ്പോൾ ഒരാളെ പോയിട്ടുണ്ടാവുള്ളൂ, മറ്റാളവിടെ സ്റ്റക്കാവും. ഓക്കെ, അപ്പുറത്തുള്ള ആൾക്ക് ചിലപ്പോൾ ഹീലിംഗ് എന്നുള്ളത് ചിലപ്പോൾ വേർഡേ തല്ലിൽ വന്നിട്ടുണ്ടാവില്ല, കാരണം ആളുടെ ചോയ്സ് ആവും അത്. റിജക്ഷൻ എന്നുള്ള രീതിക്കും ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ടാവും. അതായത് ഒരു പാർട്ട്ണർക്ക് ഒരാളോട് ഇഷ്ടമുണ്ടാവും, അപ്പുറത്തുള്ള ആൾക്ക് ഇയാളോട് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ റിജക്ഷനാണ്. അപ്പോൾ ആ റിജക്ഷൻ എന്നുള്ളതിന് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഇതിൻ്റെ ബേസിസിലുള്ള രീതിയിലേക്കാവും അവിടെ പോകുന്നുണ്ടാവുക. ആൻഡ് അവിടെ റിജക്ഷൻ എടുക്കാൻ പറ്റായ്മ, ബിക്കോസ് ദ അതർ പേഴ്സൺ ഹാസ് ദ റൈറ്റ് ടു സേ നോ. ഓക്കെ, ആൻഡ്
ഇവിടെ ആൾ റിജക്റ്റ് ചെയ്തു എന്നുള്ളത് ഇപ്പുറത്തുള്ള ആൾക്ക് അപ്പോൾ ആ റിലേഷൻഷിപ്പുള്ള രണ്ടാളും ഇറങ്ങി പോണ സമയത്ത് രണ്ടുപേരുടെയും ഹീലിംഗ് പാത്ത് ഡിഫറെൻ്റ് ആവും. അപ്പോൾ അവിടെ ഇൻഡിവിജ്വലൈസ് ചെയ്ത് കാണുമ്പോഴാണ് ഈ പറഞ്ഞ കുറച്ചും കൂടിയും ഹോൾ പേഴ്സൺ എന്നുള്ളതിലേക്ക് നോക്കി കാണുമ്പോൾ അവിടെ കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്സ് വരാൻ ചാൻസ് കൂടുതലാണ്. യൂഷ്വലി ഒരു റിലേഷൻഷിപ്പ് മേ ബി ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ അവസാനം അല്ലെങ്കിൽ അതൊരു ബ്രേക്കപ്പിലേക്ക് വന്നതിന് ശേഷം അവിടെ മേ ബി ഒരു ഹീലിംഗ് അതല്ലെങ്കിൽ അവിടെ ഹെൽപ്പ് സീക്കുക എന്ന് പറയുന്നത് അവിടെ കൂടുതലും സ്റ്റക്കായിട്ടുള്ള ആളുകളായിരിക്കും. ഈ സ്റ്റക്ക് എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ കൊണ്ടുവരുന്നത് ഓഫ് കോഴ്സ് ഇമോഷൻസ് ആയിരിക്കും. അതായത് അവരുടെ ആ സിറ്റുവേഷന് അവർക്ക് ലോജിക്കലി അനലൈസ് ചെയ്യാനോ അവർക്ക് മുന്നോട്ടേക്ക് അടുത്ത സ്റ്റെപ്പ് വയ്ക്കാനോ പറ്റുന്നില്ല. ഈ പറ്റാത്തതിന് കാരണം അവിടെ ഇമോഷൻസ് എന്ന് പറയുന്ന പാർട്ട് അവിടെ സ്റ്റക്കായിരിക്കുന്നുണ്ട്. സോ ഈ ഇമോഷണൽ സ്റ്റക്ക് എന്ന് പറയുന്ന സിറ്റുവേഷൻ ആ വ്യക്തി മേ ബി അവിടെ സ്വയം ഹീൽ ചെയ്യാൻ നോക്കുന്ന ആ ഒരു മേ ബി ആ ഒരു ടൈം പീരീഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ നമുക്കൊരു പനി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ജലദോഷം വരുമ്പോൾ നമ്മളാദ്യം കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ കുറേ വീട്ടിൽ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ ചെയ്യും. മേ ബി ആ സിറ്റുവേഷൻസ് ഒരു 3-4 ദിവസം കഴിഞ്ഞ് എന്നാൽ അത് കൂടാണെന്ന് കാണുമ്പോഴായിരിക്കാം മേ ബി ചിലപ്പോൾ നമ്മളൊരു ആൻറ്റിബയോട്ടിക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. സോ ഇങ്ങനെ അവരെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല എന്നുള്ളത് റിയലൈസ് ചെയ്ത് അവർ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആ സിറ്റുവേഷൻസിൽ അവർ ഏത് രീതിയിലേക്കാണ് ആസ് ഓഫ് നഫ് ഇതുവരെ അവരുടെ ലൈഫിലുണ്ടായിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്സും, അത് ഇപ്പോൾ അവരുടെ പാരൻസ് ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്സ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ലവ് ലാംഗ്വേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ലവ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എല്ലാ റിലേഷൻഷിപ്സിലും മേ ബി അവർ ഫോളോ ചെയ്ത് വന്നിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ടാവാം. അവരുടെ ലൈഫിൽ മേ ബി സ്റ്റാർട്ട് ചെയ്തതും എൻഡ് ചെയ്തതിലും മേ ബി പല സിമിലാരിറ്റീസും അല്ലെങ്കിൽ പല സിറ്റുവേഷൻസിലുള്ള സിമിലാരിറ്റീസ് നമുക്ക് അവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം. സോ ഇതിൽ അവിടെ അവർക്ക് കിട്ടുന്ന ഇൻസൈറ്റ്സ് അല്ലെങ്കിൽ റിയലൈസേഷൻസ് മാം പറഞ്ഞ പോലെ അത് അവർക്ക് മേ ബി ഒരു പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള രീതിയിലേക്ക് അവർക്ക് കൊടുക്കുന്ന ആ ഒരു സേഫ് സ്പേസ് ഉണ്ടാവും. അടുത്തൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ ഇല്ല ഇപ്പം ഐ നോ ലൈക്ക് ഹൗ ടു ആക്ട് എന്നുള്ള ആ ഒരു സേഫ് സ്പേസ്, അതാണ് അവിടെ ഹീലിംഗ് എന്നുള്ളത് കൊണ്ട് മേ ബി കുറച്ചും കൂടെ അവർ തെറപ്പിയിൽ നിന്ന് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ചിലപ്പം ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് റിലേഷൻഷിപ്പിലേക്ക് പോവാതിരിക്കാം. ആ ഒരു ടൈം പീരീഡിൽ ചിലർക്കത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യാം, ചിലർ അത് എഫക്റ്റ് ചെയ്യാതെ ഇരിക്കാം. ഇത് രണ്ടും ഡീൽ ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആവും. ഇപ്പോൾ സെഷൻസിലേക്ക് വരികയാണെങ്കിൽ ഇത് രണ്ടും ഡീൽ ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആവും. ആൻഡ് എഫക്റ്റ് ചെയ്യാതിരിക്കുന്നതിനും പിന്നിലും ഒരു കാരണം ഉണ്ടാവും, എഫക്റ്റ് ചെയ്യുന്നതിനും ഒരു കാരണം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ ചിലർ ഇമോഷൻസ് പ്രോസസ്സ് ചെയ്യാൻ റെഡി ആവില്ല. ഓക്കെ, അത് കഴിഞ്ഞു ഓക്കെ അടുത്തേക്ക് നോക്കാം, അല്ലെങ്കിൽ അടുത്ത വർക്കിലേക്ക് പിടിക്കാം, അല്ലെങ്കിൽ അടുത്ത റിലേഷൻഷിപ്പ് നോക്കാം, അല്ലെങ്കിൽ അതത്രയല്ലേ ഉള്ളൂ എന്നതിലേക്ക് ചിലപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള പെയിൻ ചിലപ്പോൾ ആൾ കാണുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു ഇൻഫർമേഷനും ഉണ്ടാവില്ല, എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ടാവില്ല. അപ്പോൾ ഈ പറഞ്ഞ ഇതിലേക്ക് ആ വ്യക്തി ഓൾറെഡി ചിലപ്പോൾ അവിടെ സ്റ്റക്കാവും, പക്ഷേ ഞാൻ സ്റ്റക്കാണ് എന്ന് പോലും മനസ്സിലാക്കാൻ ചിലപ്പോൾ ആൾക്ക് പറ്റിക്കൊള്ളുന്നില്ല. അത് പെൻറ്റപ്പായിട്ട് അവിടെ കിടക്കും. അപ്പോൾ ആ പെൻറ്റപ്പായിട്ടുള്ള സാധനം കൂടിയും കൊണ്ടാണ് അടുത്ത റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ പോകുന്നുണ്ടാവുക. അത് അടുത്ത റിലേഷൻഷിപ്പിനെയും എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബേസിക്കലി ഒരു ഹീലിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ റീസെൻ്റായിട്ട് നടന്നൊരു ബ്രേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ബ്രേക്കപ്പിനെ നമ്മൾ ഡീൽ ചെയ്യുന്നു, അവിടുത്തെ പെയിൻ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണം. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പാറ്റേൺ എന്നുള്ളതാണ് കൂടുതൽ അനലൈസ് ചെയ്യുക. ആൻഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലൈക്ക് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്നുള്ളത് മാത്രമല്ല. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാരൻസുമായിട്ടുള്ളതാവാം, ടീച്ചേഴ്സായിട്ടുള്ളതാവാം, ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ളതാവാം, വർക്കായിട്ടുള്ളതാവാം. ഞാൻ എൻ്റെ കൂടെ തന്നെ ഒരു റിലേഷൻഷിപ്പും അതും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഈ പറഞ്ഞ റിലേഷൻഷിപ്പിൻ്റെ ഒരു പാറ്റേൺ എന്നുള്ള രീതിക്കാണ് നമ്മളവിടെ ബേസിക്കലി അവിടെ അനലൈസ് ചെയ്യാനും ക്ലയൻറ്റിനെ അത് കുറച്ചും കൂടി അവെയർ ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിനെയാണ് ഒരു ഹീലിംഗ് പ്രോസസ്സ് എന്നുള്ളതിലേക്ക് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. ആ റീസെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം മാത്രം ഡീൽ ചെയ്യുക എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ അവിടെ അപ്പത്തെ ആ ഒരു പെയിൻ ചിലപ്പോൾ കുറയുമായിരിക്കും, പക്ഷേ ആ ഒരു ടെമ്പററി കംഫർട്ട് മാത്രമേ ചിലപ്പോൾ അവിടെ കിട്ടുന്നുണ്ടാവുള്ളൂ. ആൻഡ് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ പാറ്റേൺ എന്ന് പറയുമ്പോൾ അപ്പുറത്തെ പാർട്ട്ണറിലും ഈ പറഞ്ഞൊരു സിമിലാരിറ്റി ഉണ്ടാവാം. സിമിലർ ആയിട്ടുള്ള ട്രേറ്റ്സ് ഉള്ള ആൾക്കാരെ ആവാം ചിലപ്പോൾ ഈ പറഞ്ഞ വ്യക്തി സെലക്ട് ചെയ്യുന്നുണ്ടാവുക. അതിനും ഒരു റീസൺ ഉണ്ടാവാം. അപ്പോൾ ആ റീസൺ എന്താണെന്നുള്ള രീതിക്ക് നോക്കിയിട്ട് എന്തുകൊണ്ട് സിമിലർ ആയിട്ടുള്ള പാറ്റേണുള്ള വ്യക്തികളെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ കോമൺ ഡിനോമിനേറ്റർ ഇപ്പുറത്തുള്ള ആളാണ്. അപ്പോൾ അതായത് വർക്ക് ചെയ്യേണ്ടത് നമ്മളിലാണ് എന്നുള്ളതാണ് അവിടെ ക്ലയൻറ്റിന് കൊടുക്കുന്ന ഇൻഫർമേഷൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന സൈക്കോളജിസ്റ്റ്, ഞങ്ങളുടെ തെറാപ്പിസ്റ്റ് ഹൃദ്യയ്ക്കും ഹൃദ്യയുടെ ടീംമേറ്റ് അഖിലിനും ഒരു വലിയ താങ്ക്സ് പറയുകയാണ്. ആൻഡ് നിങ്ങളോട് പറയാനുള്ളത്, ഇതുപോലെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പക്ഷേ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും നിങ്ങൾക്കൊരു ബോധവൽക്കരണം
ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് എടുക്കുക. തീർച്ചയായും നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു ട്രെയിൻഡ് പ്രൊഫഷണലിൻ്റെ അടുത്ത് നേരിട്ട് സംസാരിക്കുക. പരിഹാരങ്ങൾ ചിലപ്പോൾ ഓരോ വ്യക്തികൾക്കനുസരിച്ചും മാറി മാറി വന്നു എന്ന് വരും. അത് ഇത്രയും നേരം അവർ പറഞ്ഞതിലുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഇത്തരം വിഷയങ്ങളൊക്കെ അറിയുന്നതിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമ്പാദ്യം മുഴുവൻ തീർന്നു പോകാതിരിക്കാൻ ഒരു ഹെൽത്ത് ഇൻഷുറൻസും നിങ്ങളില്ലാതെയും നിങ്ങളുടെ കുടുംബം മുൻപ് ജീവിച്ച ആ ഒരു സാമ്പത്തിക സുരക്ഷിതത്വത്തോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേം ഇൻഷുറൻസും നിങ്ങൾ എന്തായാലും എടുക്കേണ്ടതാണ്. അത്രയും പ്രധാനപ്പെട്ട ആ കാര്യത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോളിസി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും ഞാനൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.